നമ്മൾ സെക്യുലറിസ്റ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ പിന്നോക്കക്കാരനെ ചവിട്ടണം എന്ന ഒരു പുതിയ കാഴ്ചപ്പാട് ഇവിടെയോ ഉയർന്നു വന്നിട്ടുണ്ട്. അത് EMSന്റെ കാര്യത്തിൽ അത് ബോധപൂർവം ആണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിൻ്റെ ദുരന്ത ഫലം അനുഭവിച്ചു. PK ബാലകൃഷ്ണൻ്റെ ഈ പുസ്തകത്തെ കേരളത്തിലെ ഒറിജിനലായിട്ടുള്ള സാമൂഹിക വിമർശനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാതൃകകളിലൊന്നായിട്ടാണ് കാണുന്നത്. നാരായണ ഗുരുവിനെ സത്യസന്ധമായിട്ട് പറഞ്ഞിട്ട് നമ്മൾക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ്, നായന്മാരോ നമ്പൂരിമാരോ അത് തരില്ലെന്ന് മാത്രമല്ല തല്ലാൻ പോയിട്ടുമുണ്ട്. ഗുരുവിനെ ദൈവമാക്കിയതും കല്ലാക്കിയതും ഗുരുവിന് ശിഷ്യന്മാരാണ്, ഗുരു ആയിരുന്നില്ല. നമുക്ക് ജാതിയും മതവും ഇല്ല എന്നാണ് ഗുരു പറഞ്ഞിട്ടുള്ളത്. തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്ന പാണ്ഡ്യ ചോള വംശങ്ങള്, ചോളന്മാര് അവിടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ജാവ വരെയൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവിടെ പോകാനുണ്ട്, നമ്മൾ എവിടെ എത്തിയില്ല. കുറെ ആളുകൾ കപ്പൽ ഇവിടെ കൊണ്ടുവന്നിരുന്നു. ഈ സാമുദായിക വിഭാഗങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയുന്നതിൽ അന്നത്തെ കോൺഗ്രസ്സുകാരും ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരും രണ്ടു കൂട്ടരും പരാജയപ്പെട്ടു എന്നുള്ളതാണ്.